അതെ, ഈ പ്രാവശ്യം ക്രാഫ്റ്റ് ഐറ്റംസ് വാങ്ങിക്കാൻ പോയപ്പോ ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു നോക്കിയാലോ. ആദ്യം തന്നെ ഈ ഒരു വലിയ സെറ്റ് ക്ലേ ആണ് കേട്ടോ. ഇതിൽ വെറൈറ്റി കളേഴ്സ് വരുന്നത് ഇതുപോലത്തെ 2 പാക്കറ്റ് ആണ് വന്നിരിക്കുന്നത്. 2 ഞാൻ ഇതിൽ ഇവിടുത്തെ കുഞ്ഞു പിള്ളേർക്ക് കൊടുത്തു. ഇതിന് ജസ്റ്റ് 120 റുപ്പീസ് മാത്രമേ ഉള്ളൂ. 120 റുപ്പീസിന് എന്തുകൊണ്ടും വെർത്താണ്. ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. അടുത്തത് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ 2 ടൈപ്പ് ഓഫ് ഗം ആണ്. ഫെവിക്കോൾ തീർന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഒരെണ്ണം സ്റ്റോക്ക് വെച്ചതാണ്. പിന്നെ ഈ ഒരു ഗം ഉണ്ടല്ലോ, ഇത് അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്റ്റിക്കിയാണ്. പിന്നെ ഒരു ഫ്ലെക്സ് ക്യൂക്ക് മേടിച്ചിട്ടുണ്ട്. ട്രാൻസ്പെറന്റ് ഡബിൾ ടേപ്പ് മാസ്കി ടേപ്പ് തീർന്നിരിക്കുകയായിരുന്നു, അത് വാങ്ങിച്ചു. പിന്നെ പേപ്പർ കട്ടർ ആണ് വാങ്ങിച്ചത്. ഞാൻ ഈ പേപ്പർ കട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇത് പൊന്തിക്കാനും താഴ്ത്താനും നല്ല പാടുപെടും. പക്ഷെ ഇന്നാണ് എനിക്ക് ഇതിന്റെ ട്രിക്ക് മനസ്സിലായത്. ഇതൊന്ന് ഫോഴ്സ് കൊടുത്ത് താഴ്ത്തുകയും പൊന്തിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വർക്ക് ആവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ജൂട്ട് ത്രെഡിന്റെ ഒരു കെട്ടാണ് വാങ്ങിച്ചത്. ഇത് ചെറുതായി പോയി, എനിക്ക് വലുത് വേണമായിരുന്നു, പക്ഷെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കുറച്ച് ഗ്രീൻ പേപ്പർ ആണ് വാങ്ങിച്ചത്. ഇത് വെച്ച് നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഒരു പെൻസിൽ. ഇതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് എനിക്കൊരു കൊറിയർ വന്നത്. സത്യം പറഞ്ഞാൽ ഇതെന്റെ ഫേവറേറ്റ് പേഴ്സൺ വാങ്ങി തന്ന ടേബിൾ ആണ് കേട്ടോ. വൈറ്റ് ടേബിൾ വേണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ പ്രാവശ്യം ഒന്നുകൂടി സൂചിപ്പിച്ചപ്പോൾ അപ്പൊ തന്നെ ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. എന്റെ ടേബിൾ ഒരു സാധാരണ ടേബിൾ ആയിരുന്നു കേട്ടോ. അതിൽ വൈറ്റ് വാൾപേപ്പർ ഒട്ടിച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് ഇപ്പൊ ചൊറി പിടിച്ച കണക്കാണ്, അധികം ഒന്നും കിട്ടുന്നില്ല. അപ്പൊ എന്തായാലും ഈ ടേബിൾ കിട്ടിയത് എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇതിന് കൂടെ നട്ടും പോൾട്ടും, അതായത് സ്ക്രൂ മറ്റ് ഫിറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച് അതൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ ടേബിളിന്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. എന്താ നിങ്ങളുടെ അഭിപ്രായം? കമന്റ്.